ഒരുപക്ഷെ ഈ കുട്ടികൾക്ക് ഒരിക്കലും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കേണ്ട തീയതി അത് ഈ കുട്ടികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ സ്ഥിര പ്രവേശനം എടുത്തവർക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഇനിയുള്ളൂ. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. റെഡി അല്ലേ? യെസ്, റെഡി. അപ്പൊ നമ്മൾ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. എന്താണ് സപ്ലിമെന്ററി? അതല്ലേ പറയാൻ പോകുന്നത്? അതെ, പറയൂ. അതായത് ധാരാളം വിദ്യാർത്ഥികള് നമുക്ക് ഇപ്പോഴും അലോട്ട്മെന്റിന്റെ കുറെ ഡൗട്ട്സ് ചോദിച്ച് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കമന്റ്സ് കുറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആർത്തി സർ, നമ്മൾ ഓൾറെഡി ഒരു ലൈവ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ അശ്വിനി മിസ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം. അശ്വിനി മിസ് പറയൂ, ബാക്കി എന്റെ പേരാണ് അശ്വിനി. എന്ത് പരിചയപ്പെടുത്തേണ്ടെന്ന് അറിയില്ല. കമന്റുമായിട്ട് ഞാനില്ല, അങ്ങനെ ഒരു രീതിയിലുള്ള കമന്റുകൾ ഞാനിവിടെ സ്വീകരിക്കുന്നതല്ല. എന്നാൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. എന്റെ പേര് അശ്വിനി എന്നാണ്. ഞാൻ നിങ്ങളുടെ ബയോളജി ടീച്ചറാണല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. മക്കളെ കമന്റ് കഴിഞ്ഞ ദിവസം ലൈവ് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. ആ കമന്റിനുള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെഡി അല്ലേ? അതെ, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഇവർക്ക് വരാൻ പോകുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റ്, ട്രാൻസ്ഫർ അലോട്ട്മെന്റ്, അപ്പൊ ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഡൗട്ട്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഏതൊക്കെ കുട്ടികൾക്കാണ് സപ്ലിമെന്ററി കൊടുക്കാൻ പറ്റും? അങ്ങനെ ഒരുപാട് ഡൗട്ട്. സപ്ലിമെന്ററി എനിക്ക് കൊടുക്കാൻ പറ്റും സാർ, ഞാൻ പെർമനന്റ് അലോട്ട്മെന്റ്, പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തു, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഡൗട്ട്, ട്രാൻസ്ഫർ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് കൊടുക്കാൻ പറ്റുമോ? അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് ആ കുട്ടിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ ആണ് നിനക്ക് കിട്ടിയെങ്കിൽ ഫസ്റ്റ് ട്രാൻസ്ഫറിൽ മോന് കൊടുക്കാൻ പറ്റില്ല. സെക്കൻഡ് ട്രാൻസ്ഫറിലാണ് അവന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൊടുക്കാൻ പറ്റും, പക്ഷെ ഫസ്റ്റ് പറ്റില്ല. സെക്കൻഡ് ട്രാൻസ്ഫർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് ട്രാൻസ്ഫറിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അവന് ഇഷ്ടപ്പെട്ട സ്കൂൾ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? റെഡി? യെസ്. ഓക്കെ, എപ്പോഴാ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അക്ഷയ വഴി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ, അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ കഴിയാതെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കില്ല. അപ്പൊ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വൺസ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡേറ്റ് വന്നാൽ അപ് ടു ഡേറ്റ് നമ്മൾ എക്സാക്ട് ഡേറ്റ്. ഒരു പക്ഷേ ആർക്കാനെക്സ് കൊടുക്കുന്ന പോലെ വേറൊരാൾ എന്ത് ചെയ്യുന്നില്ല, അത്രയും ഡേറ്റ് ആയിട്ട് നമ്മളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ ഒന്ന് വന്ന പാട് തന്നെ നമ്മൾ അപ്പൊ തന്നെ നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കും. പിന്നെ അക്ഷയ വഴി എന്നുള്ള ചോദ്യമാണ് മക്കളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാം ഓൺലൈൻ വഴി തന്നെയാണ്. അപ്പൊ പലപ്പോഴും എല്ലാ കുട്ടികൾക്കും വീട്ടിൽ സംവിധാനം ഉണ്ടാവണം എന്നില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും അക്ഷയ വഴി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതല്ല, ഇതുവരെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ വീട്ടിലിരുന്ന് തന്നെയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീട്ടിലിരുന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ അപേക്ഷ നൽകാൻ സാധിക്കും കേട്ടോ. യെസ്. അടുത്തത് സാർ, എനിക്ക് തേർഡ് അലോട്ട്മെന്റ് ഇഷ്ടമില്ലാത്ത സ്കൂൾ കിട്ടി, എനിക്ക് ട്രാൻസ്ഫർ വെക്കാൻ പറ്റുമോ? കിട്ടിയ സ്കൂളിൽ അഡ്മിഷൻ എടുത്താൽ ആ ക്യാഷ് തിരിച്ചു കിട്ടുമോ എന്നാണ് ചോദ്യം. അപ്പൊ തേർഡ് അലോട്ട്മെന്റിൽ നിനക്ക് സ്കൂൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആ സ്കൂൾ ഇഷ്ടമല്ല എന്നുള്ള എനിക്ക് തോന്നുന്നു സബ്ജക്ട് കോമ്പിനേഷൻ അവന് ഇഷ്ടമായിരിക്കും. അപ്പൊ നിനക്ക് സ്കൂൾ ട്രാൻസ്ഫർ ഉണ്ട്. സ്കൂൾ ട്രാൻസ്ഫർ ഫസ്റ്റ് ട്രാൻസ്ഫർ തന്നെ സ്കൂൾ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ്. അപ്പൊ സ്കൂൾ ട്രാൻസ്ഫർ കൊടുക്കും, സ്കൂൾ ട്രാൻസ്ഫർ ആണെങ്കിൽ. അതെ, അതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ആഗ്രഹിക്കുന്ന സ്കൂളിൽ എന്ത് വേണം? വേക്കൻസി വേണം. വേക്കൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. വേണം എന്ത് ചെയ്യാൻ? അപേക്ഷ കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ക്യാഷ് തിരിച്ചു കിട്ടുമോ എന്നാണ് ചോദ്യം. ഓക്കെ, തീർച്ചയായിട്ടും നീ എന്ത് ചെയ്യാ, നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് നിനക്ക് ക്യാഷ് എന്ത് ചെയ്യും? തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടിയാൽ എന്ത് ചെയ്യാ? പുതിയ സ്കൂളിൽ എന്ത് ചെയ്യാ? പേയ്മെന്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, എനിക്ക് VHSC ആൻഡ് HSC ഇത് രണ്ടും കിട്ടി. ഫുൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അത് കൺഫ്യൂഷൻ തീർക്കേണ്ടത് നീ മാത്രമാണ്. ഞങ്ങൾക്ക് അതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ ഇൻട്രസ്റ്റ് എന്താണ്, താല്പര്യം എന്താണ് എന്നുള്ളത് നിനക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഒരു കാര്യം പറഞ്ഞു തരാം. ഇപ്പൊ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വൊക്കേഷണൽ കോഴ്സ് അതിന്റെ കൂടെ പഠിക്കേണ്ടി വരും. ഓക്കെ, അത് ആഗ്രഹമുള്ള ഇഷ്ടപ്പെട്ട് എടുക്കുന്ന കുട്ടികളാണ് പൊതുവെ VHSCയിൽ പോവാറുള്ളത്. ഇനി അതല്ല, എനിക്ക് അങ്ങനെ ഒരു അഡീഷണൽ ആയിട്ട് കോഴ്സ് ചെയ്യണമെന്നില്ല, എനിക്ക് സാധാരണ നമ്മൾ എന്താ പറയാ പോകുന്ന രീതിയിലൂടെ പോയാൽ മതി എന്നാണെങ്കിൽ ഓഫ് കോഴ്സ് എന്ത് ചെയ്താൽ മതി? HSCയിലേക്ക് പോയാൽ മതി അല്ലേ? MLT പോലുള്ള കോഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഒരു കൈത്തൊഴിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു സബ്ജക്ട് കൂടി ഉണ്ടാവും. അതിൽ VHSC പഠിക്കുന്ന കുട്ടിക്ക് എഞ്ചിനീയറിംഗ് പോകാൻ പറ്റൂല എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. വേണ്ട, ഇപ്പൊ ബയോ ആയാൽ പോലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പോകാൻ പറ്റും. VHSC ബയോ മാത്രമുള്ള VHSC പക്ഷെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെടുക്കണം? മാത്സ് എടുക്കണം എന്ന് മാത്രം. ഓക്കെ, അവിടെ മാത്സ് ഉണ്ടെങ്കിൽ എടുക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടി. അടുത്തത് സർ, ഫസ്റ്റ് സ്കൂൾ കൊടുത്തു, കമ്പ്യൂട്ടർ സയൻസ് കിട്ടി, ബയോമാക്സ് ആണ് വേണ്ടത്, തേർഡ് അലോട്ട്മെന്റിലാണ് കിട്ടിയത്, ഇനി ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ അല്ലല്ലോ,
സർ ഫസ്റ്റ് സ്കൂൾ കൊടുത്തു, കമ്പ്യൂട്ടർ സയൻസ് കിട്ടി, തേർഡ് അലോട്ട്മെന്റിലാണ് കിട്ടിയത്, നോ പ്രോബ്ലം. തേർഡ് അലോട്ട്മെന്റിലാണ് കിട്ടിയത്, പ്രോബ്ലം ഇല്ല. എന്ത് ചെയ്യാൻ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റും. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, പങ്കെടുക്കാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യാ, ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് ട്രാൻസ്ഫർ പറ്റില്ല, ഫസ്റ്റ് ട്രാൻസ്ഫർ പറ്റില്ല, സെക്കൻഡ് ട്രാൻസ്ഫർ പറ്റുള്ളൂ. ഓക്കെ യെസ് പ്ലീസ് റിപ്ലൈ സർ, റിപ്ലൈ തന്നടാ. ഓക്കെ, അപ്പം ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റുമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഡൗട്ട് കണ്ടതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഡൗട്ട്സ് ആണ്. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഡൗട്ട് ആണെങ്കിൽ പോലും കുറെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ, ആർക്കൊക്കെയാണ് സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കുക, അതൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ആർക്കൊക്കെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ പറ്റും, ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റില്ല, എന്നാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഒക്കെ ശരിക്കും പറഞ്ഞാൽ ജൂലൈ 2 അല്ലെ, ജൂലൈ 2 വരെയുള്ള സമയത്തായിരുന്നു സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അപേക്ഷ. 2024 ജൂലൈ 2-നാണ് അല്ലെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ വന്നത്. അതെ, അപ്പം പക്ഷെ ഈ ഒരു തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം എന്ത് ചെയ്യാ, സപ്ലിമെന്ററി അലോട്ട്മെന്റ് നേരത്തെ തുടങ്ങാനാണ് ചാൻസ്. ആ ഡേറ്റ് നമ്മളിപ്പോ പറയാം. ഓക്കെ യെസ്. അപ്പം എന്താന്ന് വെച്ചാൽ ഒന്ന്, ഓൾറെഡി ഈ സ്റ്റുഡന്റ് ലോഗിൻ ഒക്കെ ചെയ്ത് അപേക്ഷയൊക്കെ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവില്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്തതിന് ശേഷം റിന്യൂ ആപ്ലിക്കേഷനിലായിരിക്കും നിങ്ങൾ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂ ആപ്ലിക്കേഷൻ ആണ്, അവിടെയാണ് ഓൾറെഡി കൊടുത്തവരോടാണ് പറയുന്നത്. ഓൾറെഡി വൺസ് അവർ നിങ്ങൾ കൊടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അലോട്ട്മെന്റിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല, സ്കൂൾ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് റിന്യൂ ചെയ്യുക. ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടത് എഡിറ്റ് ചെയ്തിട്ട് എന്ത് മാറ്റാം, നിങ്ങൾ ഓപ്ഷൻ സ്കൂൾ ഓപ്ഷനുകളൊക്കെ മാറ്റി കൊടുക്കാം. അതിനുള്ള കാര്യങ്ങളുണ്ട് അവിടെ. പക്ഷെ ഇതുവരെ അപേക്ഷ നൽകാത്തവരുണ്ട്, അതായത് ഈ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ ഇതുവരെ പങ്കെടുക്കാത്ത, ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അത് ഒരു കുട്ടി എന്നോട് വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞത്, അമ്മ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാൻ പറ്റിയില്ല, ഡേറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു കരഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. അപ്പൊ ആ കുട്ടി അത്തരത്തിലുള്ള കുട്ടികൾ എന്തെങ്കിലും കാരണവശാൽ അപേക്ഷിക്കാൻ പറ്റിയില്ല, അവർക്കാണ് എന്ത് ചെയ്യുന്നത്, പുതിയ സംഭവം വന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് ലോഗിൻ പുതിയതായിട്ട് ചെയ്ത് പൂർത്തിയാക്കണം. അതായത് ഒരു യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. എന്നിട്ട് അപ്ലൈ ഓൺലൈൻ ഓപ്ഷൻ വഴിയായിരിക്കും നിങ്ങൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് വേക്കൻസി ലിസ്റ്റ് നിങ്ങൾക്ക് അറിയണം. ഏതൊക്കെ സ്കൂളിൽ വേക്കന്റ് ആണെന്നുള്ള വ്യക്തമായ ധാരണ ഇതിലുണ്ടോ, അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റൂ. എല്ലാ സ്കൂളും നമുക്ക് കൊടുക്കാൻ പറ്റില്ല സപ്ലിമെന്ററിയിൽ. ഓക്കെ, നെക്സ്റ്റ്. തെറ്റായിട്ട് വിവരം കൊടുത്തവരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞു പഞ്ചായത്ത് കൊടുത്ത് തെറ്റിപ്പോയി. അപ്പൊ എന്തിട്ടില്ല, അവൻ അഡ്മിഷൻ നഷ്ടപ്പെട്ടു. അവനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എന്ത് ചെയ്യുക, റിന്യൂ ലോഗിൻ. അവൻ ആദ്യം പറഞ്ഞ കേസ് തന്നെ അല്ലേ, റിന്യൂ ആപ്ലിക്കേഷൻ. അതായത് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം റിന്യൂ ആപ്ലിക്കേഷൻ അപേക്ഷ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ തീയതി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ തീയതി പറയാൻ പോകുക. ഓക്കെ, ഇനി ആർക്കൊക്കെ ഈ അപേക്ഷ നൽകാൻ പറ്റില്ല, അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്? കുറച്ച് പേരുണ്ട്. ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ നേടിയവർ, തേർഡ് അലോട്ട്മെന്റിലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററിയിൽ ചാൻസ് ഇല്ല അല്ലെ? അതെ, ചാൻസ് ഇല്ല. അതായത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയല്ലോ അലോട്ട്മെന്റ്, എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കാൻ സാധിക്കില്ല. അടുത്തത് നോൺ ജോയിന്റ് സ്റ്റുഡൻസ് ആഫ്റ്റർ ഗെറ്റിംഗ് മെറിറ്റ് അഡ്മിഷൻ. അതായത് മെറിറ്റിൽ സീറ്റ് കിട്ടി, ഏതോ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, എന്നിട്ടും നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സ്കൂൾ ആയിരിക്കില്ല കിട്ടിയ, പക്ഷെ മക്കൾ വെയിറ്റ് ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയത്. തേർഡ് അലോട്ട്മെന്റിൽ നിനക്ക് കിട്ടി, പക്ഷെ നീ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റിൽ കിട്ടി, നീ എന്ത് ചെയ്യുക, ടെമ്പററി അഡ്മിഷൻ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് അവർക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ശരിക്കും ഒരു അവസരം കിട്ടാതെ പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് പല കാരണവശാൽ അവസരം നിഷേധിക്കപ്പെട്ടവരൊക്കെ ഗവൺമെന്റ് അത്രയും പരിഗണിക്കുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഹു ഗോട്ട് TC ആഫ്റ്റർ ഗെറ്റിംഗ് അഡ്മിഷൻ, അതായത് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം അവർ TC വാങ്ങി പോയിട്ടുണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും, കാരണം അവർക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു, പക്ഷെ ആ സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ അവിടെ നിന്ന് TC വാങ്ങിയിട്ട് എനിക്ക് പഠിക്കാൻ വയ്യ, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാ എന്ന് വിചാരിച്ച് വരും, പിന്നെ കൊടുക്കാം, സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ കൊടുക്കാം എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ് ധാരണ. ഈ വൺസ് TC വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, സപ്ലിമെന്ററിക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം.
The candidates who have already submitted their application in the single window system but not allotted any school for admission. അതായത് നിങ്ങൾ ഈ ഏകജാലകം വഴി നിങ്ങൾ എന്താണ് അപ്ലിക്കേഷൻ ഒക്കെ സമർപ്പിച്ച് ഈ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ നിങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്ത് പക്ഷേ നിങ്ങൾക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഈ ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. The candidates who have not applied so far. ഇതുവരെ ചെയ്യാത്ത ആപ്ലിക്കേഷൻ കൊടുക്കാത്തവർ പല കാരണങ്ങളിൽ ആപ്ലിക്കേഷൻ കൊടുക്കാത്തവർക്ക് നേരത്തെ സർ പറഞ്ഞല്ലോ ഒരു കേസ് പറഞ്ഞു. അതുപോലെ അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. ഒരു കുട്ടിയല്ല, ഒരുപാട് കുട്ടികൾ കമ്മ്യൂണിറ്റിയിൽ കമന്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് the candidates whose application has been denied due to entry of faulty information. ഞാൻ പറഞ്ഞു പഞ്ചായത്ത് മാറിപ്പോയി, കാസ്റ്റ് മാറിപ്പോയി, അങ്ങനെയുള്ള ഒരുപാട് എത്ര കുട്ടികൾ ലൈവിൽ വന്ന് കണ്ടിന്യൂസ് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. സാർ എന്റെ കാസ്റ്റ് മാറിപ്പോയി, ഞാൻ അപ്ലിക്കേഷൻ. ഡോണ്ട് വെറി, നീ ഫുൾ A+ കാരനാണ്. കാസ്റ്റ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിനക്ക് എന്ത് ചെയ്യും? സപ്ലിമെന്ററി കിട്ടും അല്ലേ? അതെ. ഇനി ഡേറ്റ് ആണ് സപ്ലിമെന്ററിയുടെ ഘട്ടം. നമുക്ക് 28-ാം തീയതി, അതായത് ജൂൺ 28 മുതൽ ജൂലൈ 23 വരെയാണ് നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കാനുള്ള ഒരു തീയതി വന്നിട്ടുള്ളത്. അതായത് ഓൾറെഡി വന്ന് ഇത് ഓൾറെഡി ഒഫീഷ്യലി വന്ന ഡേറ്റ് അല്ല, മുൻപ് ഫസ്റ്റ് ഇതിൽ വന്ന ഡേറ്റ് ആണ്. ഇത് കൺഫേം ഡേറ്റ് അല്ല, ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. ഈ ഡേറ്റ് നിങ്ങൾ ഒരിക്കലും മൈൻഡിൽ വെക്കേണ്ട. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്ന, ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഡോണ്ട് വറി, ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിനെപ്പറ്റി നിങ്ങൾ ബോധരേണ്ട. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. അതായത് കുട്ടികൾ നിങ്ങളൊന്ന് ജാഗരൂകരായിരിക്കും. ഇപ്പൊ കുറെ പേര് അപ്ലൈ ചെയ്യാനൊക്കെ വിട്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇനി നിങ്ങൾക്ക് അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വരാൻ റെഡി ആയിട്ടുണ്ട്, ഞാൻ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്നുള്ള ആ ഒരു നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യണം? ആ ഒരു ചിലപ്പോ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം? ബോധം സപ്ലിമെന്ററി ബോധം വേണം. ബോധത്തോടുകൂടി ഇരിക്കുക. ബോധത്തിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം ഡേറ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തെങ്കിലും മാറ്റം വന്നാൽ അതിന് ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ RK Next ഒന്ന് എന്ത് ചെയ്യാ? സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് അടുത്ത വീഡിയോ. അതുപോലെ ഇവർക്ക് ഈ ഒരു അപ്ഡേറ്റ് കൃത്യസമയത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും നോട്ടിഫൈ മീ ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തോളുക. കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ.